നമസ്കാരം, ഉമാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാഞ്ചീപുരം മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തേങ്ങാ ചട്നിയും. ഇതിൻ്റെ മസാലയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ബീട്രൂട്ട് 3 എണ്ണം, ഉരുളക്കിഴങ്ങ് 3 എണ്ണം, ക്യാരറ്റ് 1 എണ്ണം, സവാള 4 എണ്ണം, പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി ഒരു വലുത്, മല്ലിയില കുറച്ച് അരിഞ്ഞത്, ഓയില് 3 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്, മുളക് 3 എണ്ണം, ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, കടുക് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില കുറച്ച്. ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ബീട്രൂട്ട് തൊലി കളഞ്ഞ് നന്നായി കഴുകി കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ 3 വിസിൽ വരണ വരെ വേവിച്ച് മാറ്റി വയ്ക്കുക. വെള്ളം ഒട്ടും അധികമാവാണ്ട് നോക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ച് കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞെടുക്കുക. സവാളയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞു വയ്ക്കുക. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുക. ഇത് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകം ചേർക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ കടുകും 3 മുളക് പൊട്ടിച്ചതും ചേർക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ്, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് വഴറ്റുക. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇതിൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി ഉടച്ചെടുക്കുക. ഉപ്പ് ആവശ്യത്തിനിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് ബീറ്റ്റൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം വറ്റിയാൽ നല്ല കട്ടിയിൽ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അടുത്തത് നമുക്ക് തേങ്ങാ ചട്നിയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ട സാധനങ്ങൾ: നാളികേരം 1/2 മുറി ചിരകിയത്, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഉള്ളി 1 എണ്ണം, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ചിരകിയ നാളികേരം പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കുക.
അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും വറുത്തിടുക. ചട്നി റെഡിയായി. ഞാനിത് നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം പാനിൽ എണ്ണ തേക്കണില്ല. ചൂടായ പാനിൽ 1.5 തവി മാവ് ഒഴിച്ച് കനം കുറച്ച് നന്നായി പരത്തുക. അതിൻ്റെ മീതെ ബീട്രൂട്ട് അരച്ചത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മീതെ ബട്ടർ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ കുറച്ച് മസാലക്കൂട്ട് നടുവിൽ വെച്ച് ദോശ മടക്കിയെടുക്കുക. ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കുക. നല്ല രുചിയുള്ള കാഞ്ചീപുരം മസാല ദോശയും ചട്നിയും റെഡിയായി.